ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതായത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അപരിചിതമായിട്ട് തോന്നും. എങ്കിലും ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന വേർഡ് ഇന്ന് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന വേർഡുകളിലൊന്നാണ്. അതായത് സയൻസ് ഓരോ ദിവസവും കണ്ടുപിടുത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സയൻസ് കണ്ടുപിടുത്തങ്ങളിലൂടെ കടന്നു പോകുമ്പം സയൻസിൻ്റെ ഒപ്പം തന്നെ ഡെവലപ്പാകുന്ന അടുത്തൊരു ഫീൽഡാണ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പം മെഡിക്കൽ ഫീൽഡിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്ന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്, അതായത് ഒരു പരിധി കഴിഞ്ഞാൽ ബ്രെയിൻ പിന്നെ വളരത്തില്ല എന്നാണ്. അപ്പം ശരിയാണ്, ഒരു പരിധി കഴിഞ്ഞാൽ ബ്രെയിൻ വളരത്തില്ല, അത് സത്യവുമാണ്. പക്ഷേ വളരുകയല്ല, സ്ട്രെങ്ത് പ്രാപിക്കുന്ന പല ഭാഗങ്ങളും പിന്നീടുമുണ്ട്. അതായത് നമ്മൾ കാണിക്കുന്ന സ്വഭാവവും നമ്മൾ ചെയ്യുന്ന സംസാരിക്കുന്ന രീതിയും എല്ലാം ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഫലമാണ്. അതായത് നമ്മുടെ ബ്രെയിനെ ആരോ അല്ലെങ്കിൽ എന്നോ നമ്മൾ ട്രെയിൻ ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായേക്കുന്ന സ്വഭാവങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നു? ആ റൈറ്റ് ഹാൻഡിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തത്. അപ്പം റൈറ്റ് ഹാൻഡിലെ നെർവ്സുകൾ ഒരു പ്രത്യേക ബ്രെയിൻ പാറ്റേൺ, നെർവ് പാറ്റേൺ, ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഒരു പ്രത്യേക പാറ്റേൺ നമ്മുടെ ബോഡിയിൽ സ്വീകരിച്ചേക്കുന്നത് കൊണ്ട് എഴുത്ത് എന്ന ആവശ്യം വരുമ്പം നമ്മുടെ ബ്രെയിനിൽ ആ നെറ്റ്വർക്കാണ് പ്രവർത്തിക്കുന്നത്. അതിന് ട്രെയിൻ ചെയ്തേക്കുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണ്. അപ്പം എഴുതുക എന്നൊരു സന്ദേശം നമ്മുടെ ബോഡിയിൽ വന്നാൽ അപ്പോൾ ഉണരുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡാണ്. ഇനി നമ്മളത് ലെഫ്റ്റ് ഹാൻഡിനെ ട്രെയിൻ ചെയ്തിരുന്നെങ്കിലോ? ലെഫ്റ്റ് ഹാൻഡ് എഴുതിയേനെ. കാരണം റൈറ്റ് ഹാൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നവരുണ്ട്. ഇനി റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഇല്ലെങ്കിൽ കാല് കൊണ്ട് എഴുതുന്നവരുണ്ട്. എന്താ അതിന് കാരണം? കാരണം നമ്മുടെ ബോഡിയിൽ ഏത് ന്യൂറൽ പാത്വേനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നോ അത് പ്രവർത്തിക്കും. അതായത് ഒന്നും കൂടി വ്യക്തമായി കഴിഞ്ഞാൽ, നമുക്ക് ഒന്ന് അധ്വാനിക്കാനാണ്, നമ്മുടെ ബോഡിയിൽ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടാക്കി നമ്മൾ എന്നും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ഒരു കരിങ്കൽ പൊട്ടിക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യുക. നമ്മൾ 10 ദിവസം ചെയ്തു, നമുക്ക് ഭയങ്കര ക്ഷീണവും ടയർഡ്നെസ്സും ഉണ്ടായി. 20 ദിവസം ചെയ്തു, നമ്മുടെ ടയർഡ്നെസ് പതിയെ കുറഞ്ഞു തുടങ്ങും. അതായത് നമ്മളുടെ ബോഡി ടോളറൻ്റ് ആവും. അങ്ങനെ ടോളറൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു 21 ദിവസം 30 ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബോഡി അതിനനുസരിച്ചൊരു പാറ്റേൺ റിസീവ് ചെയ്തു. പിന്നെ അയാൾക്ക് ക്ഷീണമോ തളർച്ചയോ ഇല്ല. കാരണം അയാളുടെ ബോഡി അതുമായിട്ട് ടോളറേറ്റഡ് ആയി പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി കൂടുതൽ ചെയ്താലേ പുള്ളിക്ക് ടയേർഡ് ആവുള്ളൂ. എന്നും ചെയ്യുന്ന ഒരു പാറ്റേണിൽ ചെയ്താൽ പുള്ളിക്ക് ക്ഷീണവും ഇല്ല, തളർച്ചയില്ല, പുള്ളിക്ക് ഒരു നോർമൽ ലൈഫിലൂടെ പോകാൻ പറ്റും. പുള്ളിയെ കൊണ്ട് ആ പണി ചെയ്യിച്ചതാരാ? പുള്ളിയുടെ ന്യൂറൽ പാത്വേയാണ്. പുള്ളി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലോ അത് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അധ്വാനിക്കുന്ന ആളേക്കാൾ ശേഷി പഠിക്കുന്ന ആൾക്ക് വേണം. കാരണം എന്താ? പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യവും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വരുന്നത്. പിടി കിട്ടിയോ എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഫിസിക്സിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ നാളെ നമ്മൾ അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയെ കുറിച്ചാണ്. അപ്പം ഓരോ കാര്യത്തെക്കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി എല്ലാം വർക്ക് ചെയ്ത് വരും. അപ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്, ബ്രെയിന് വർക്ക് കൂടുതൽ എന്നും ബ്രെയിൻ വർക്ക് ചെയ്യിക്കുന്നിടത്താണ്. എന്നാൽ കാർ ഓടിക്കാൻ പഠിക്കുക. ആദ്യത്തെ കാർ ഓടിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊരു പാടാ. കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും. ആദ്യത്തെ ഒരു 3-4 ദിവസം ബുദ്ധിമുട്ട് തോന്നിക്കുന്നത് എന്താ? നിങ്ങളുടെ ബ്രെയിൻ ആ പുതിയൊരു ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ന്യൂറൽ പാത്വേ ഓപ്പൺ ചെയ്യുക. അപ്പം ബ്രെയിന് അസാമാന്യമായ എനർജി വേണം. അപ്പം ബ്രെയിനിട്ടുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടാണ് നമുക്ക് ടയേർഡ്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ മടുത്തു പോകും. പക്ഷേ ഒരു 10-60 ദിവസം വണ്ടി ഓടിച്ച് ലൈസൻസൊക്കെ ആയി വണ്ടി ഓടിക്കുന്ന ആളെ സംബന്ധിച്ചോ, അയാളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക, സിംപ്ലി വർക്ക് ചെയ്യുക. അത് ഓൾറെഡി ചെയ്യേണ്ടതെല്ലാം അത് ഫീഡ് ചെയ്തു കഴിഞ്ഞു. ഇനി കുഴി വരുമ്പം തന്നെ ക്ലച്ചും ബ്രേക്കും എല്ലാം തന്നെ കയ്യിലോട്ട് വന്നോളും. അതുകൊണ്ടാണ് അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന ആൾ
പിന്നീട് ചെറിയൊരു ക്ഷീണം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ടൈർനെസ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ പുള്ളിക്ക് അതൊരു സ്ട്രെസ്സായിട്ട് തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ ന്യൂറൽ പാത്വേ സെറ്റാണ്. ഇനി ഈ ന്യൂറൽ പാത്വേക്ക് പുറത്തുള്ളൊരു സംഭവം പെട്ടെന്ന് ആക്സിഡൻ്റലായിട്ട് വന്നാലോ അയാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൂടിയുണ്ട്. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഹോർമോണിൻ്റെ പ്രവർത്തനത്തിലൂടെ നടക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിലൂടെ നടക്കുന്ന ഒരു പ്രവർത്തനം. അതായത് സഡൻ ആക്ഷനുകളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മദ്യപിക്കുന്ന ആൾ വണ്ടി ഓടിക്കുമ്പം മദ്യപിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം നമുക്ക് സഡൻ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമുക്ക് ഇതുവരെയുള്ള ഡെയിലി പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് ഒരു ആക്ഷൻ വരുമ്പോൾ അതിനോട് പ്രതികരിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാകണം? നമ്മുടെ ബോഡിയിൽ മദ്യത്തിൻ്റെയോ ലഹരിയുടേതായ അംശം ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രമേ ക്വിക്ക് ആൻഡ് സഡൻ ആക്ഷൻ എടുക്കാൻ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് പറ്റത്തുള്ളൂ. കാരണം അത് നമ്മുടെ അൺകൺട്രോൾഡ് ആണ്. നമ്മുടെ ബ്രെയിനോ നമ്മുടെ തലച്ചോറോ കൊണ്ട് തലച്ചോറ് കൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഒരു ഇച്ഛാശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല. പെട്ടെന്ന് ഒരു അപകടം വരുമ്പോൾ ചാടി കൈ നമ്മൾ പൊക്കും. എന്തുകൊണ്ടാണ് പൊക്കുന്നത്? ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്തതാണോ? അല്ല. അത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത ഉണ്ടാകും. അപ്പോൾ അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അലേർട്ടായിരിക്കണം, കോൺഷ്യസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്ന ആൾ മദ്യപിക്കരുത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രെസ് എടുക്കുന്നത് ബ്രെയിൻ വർക്കിനാണ്. ഇനി എങ്ങനെയാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ടാകുന്നത്? നമുക്ക് എന്തും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് എന്ത് സ്കില്ലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമ്മളിപ്പം നമ്മൾ പൊതുവെ ലെഫ്റ്റ് കയ്യിൽ വാച്ച് കിട്ടുന്നവരാണ്. നമ്മളൊരു ദിവസം റൈറ്റിലേക്കൊന്ന് മാറ്റി കെട്ടിക്കേ. അപ്പോൾ ഇതുവരെ ആ വാച്ച് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് തൊട്ട് നമുക്കൊരു അസ്വസ്ഥത വരിക. എന്താ? കാരണം ബ്രെയിന് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം വന്നപ്പം ബ്രെയിൻ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാൽ 10 ദിവസം കെട്ടിയാലോ ബ്രെയിൻ അതിനെ അക്സെപ്റ്റ് ചെയ്യും. ആദ്യം ഉണ്ടാകുന്ന ഈ അസ്വസ്ഥത എന്ന് പറയുന്നതാണ് എല്ലാവരെയും ഈ പണി നിർത്തിപ്പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന സംഭവം. കാരണം ബ്രെയിൻ ഇതുവരെ പരിചയമില്ലാത്തൊരു നെറ്റ്വർക്ക് ഒരു പാത്ത് ഓപ്പൺ ആകുമ്പം ആ ന്യൂറൽ പാത്ത് ഓപ്പൺ ആകുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് അസ്വസ്ഥത, ബ്രെയിൻ ഇറിറ്റേറ്റഡ് ആവും. കാരണം അതിന് ശീലമില്ലാത്തൊരു കാര്യത്തെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ അതിനെ ടോളറേറ്റ് ചെയ്യാതിരിക്കാനാണ് ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുന്നത്. കാരണം അതൊരു കംഫർട്ട് സോണിലാണ് എപ്പോഴും പോകാൻ ശ്രമിക്കുന്നത്. ബ്രെയിൻ എപ്പോഴും നമ്മളെ കൊണ്ടൊരു കംഫർട്ട് സോണിൽ പോകാനായിട്ട് നിർദ്ദേശിക്കത്തുള്ളൂ. ഈ കംഫർട്ട് സോണിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് തന്നെ ന്യൂറൽ പാത്വേ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഓവർ കംഫർട്ട് നമ്മൾ കൊടുത്തോ ഒരാളും വളരാൻ പോകുന്നില്ല. കാരണം കംഫർട്ടാണ്. ആ കംഫർട്ട് സെർച്ച് ചെയ്യുന്ന ബ്രെയിൻ മെക്കാനിസം. കംഫർട്ട് ഇല്ലെങ്കിലോ അയാൾ സെർച്ച് ചെയ്യും, തീവ്രമായിട്ട് സെർച്ച് ചെയ്യും, പുതിയ വഴി തുറക്കാൻ, പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കാൻ. അപ്പം അയാളുടെ ബ്രെയിനിലെ നെറ്റ്വർക്ക് എല്ലാം ഉണർന്ന് പ്രവർത്തിക്കും. കാരണം അയാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള ഒരു ഇതുണ്ട്, അടുത്ത വഴി കണ്ടെത്തിയേ പറ്റത്തുള്ളൂ, ഓപ്ഷനില്ല. അപ്പം അങ്ങനെയാണ് ന്യൂറൽ പാത്വേ ഓപ്പൺ ആകുന്നത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പുതിയ കാര്യം ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിൽ ഉണ്ടാകും എന്നുള്ളത് നോർമലാണ്. അതുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവാണ്. കാരണം അത് പുതിയൊരു പാത്ത് തുറങ്ങാൻ പോവുക. അപ്പം എന്ത് സ്കില്ലും നമുക്ക് നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്താൽ പറ്റും. അത് ഈ ന്യൂറൽ പാത്വേയുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളൊക്കെ പാത്ത് ചെയ്യുന്ന ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് ഫയേർഡ് ടുഗദർ വയേർഡ് ടുഗദർ എന്നാണ്. അതായത് ഫയേർഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഫയേർഡ് ടുഗദർ വയേർഡ് ടുഗദർ, അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഫയർ അത് വയർഡ് ആവും, അത് കൂടിച്ചേർന്ന് പ്രവർത്തിക്കും. എന്നും അതിന് വീണ്ടും പ്രവർത്തിച്ച് അത് ഒരു ന്യൂറൽ പാത്വേ പവർഫുൾ ആക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാൻ മേലാത്ത സ്കില്ലുകൾ
നമുക്ക് ഇതുവരെ നമ്മൾ ട്രെയിൻ ചെയ്യാത്ത സ്കില്ലുകൾ, നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കറിയാൻ മേലാത്തൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക, നമുക്ക് ഇതുവരെ ചെയ്യാത്ത ഒരു ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ നമ്മുടെ ബ്രെയിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഡെവലപ്ഡായ ഒരു ബ്രെയിനും ന്യൂറൽ നെറ്റ്വർക്കും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് ഏറ്റവും അഭിവാജ്യമായ 2 ഘടകവും കൂടിയുണ്ട്. ഇതില്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആയില്ല. അത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹവും ഇൻട്രസ്റ്റുമാണ്. അതായത് എനിക്കൊരു കാര്യത്തിൽ ആഗ്രഹമില്ല, എൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് പ്രവർത്തിക്കത്തില്ല, കാരണം ഞാൻ മനസ്സുകൊണ്ട് അതിനെ താല്പര്യപ്പെടുന്നില്ല, ആ ഒരു കാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ ന്യൂറൽ പാത്വേ ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഞാൻ സ്വയമേ താല്പര്യമില്ല, സ്വയം താല്പര്യമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ആ താല്പര്യമില്ലായ്മ ഉള്ളതുകൊണ്ട് എൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് എന്നും അതിനെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുകയുള്ളൂ. ആ വഴിയെ എങ്ങനെ ബ്രെയിൻ എന്നും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും എങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഡിഫറൻസ് കണ്ടോ? നമുക്കതിൽ ഇൻട്രസ്റ്റ് ആണ്, നമുക്കത് അറിയാൻ കാര്യമുണ്ട്, അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യും? നമ്മൾ ഇച്ചിരി ടയർഡ്നെസ് ആണെങ്കിലും ഇച്ചിരി ക്ഷീണം ഉണ്ടെങ്കിലും ഇച്ചിരി ഉറക്കം ഉണ്ടെങ്കിലും നമ്മൾ ഉണർന്നിരുന്ന് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അങ്ങനെ 10 ദിവസം പ്രവർത്തിക്കുമ്പം എന്തുകൊണ്ടാണ് 10 ദിവസം നമ്മൾ പ്രവർത്തിക്കണേ? നമുക്ക് 2 കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആഗ്രഹം. 2 ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും മാത്രമാണ് ഇതിൻ്റെ എൻജിൻ, ഇതിൻ്റെ ഓയിൽ എന്ന് പറയുന്നത്. ഈ ഓയിലില്ലാതെ ഈ എൻജിൻ വർക്ക് ചെയ്യല്ല. അപ്പം എന്ത് കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ ക്യൂരിയസ് ആണോ, അതിലേക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർക്ക് ചെയ്യുള്ളൂ. കാരണം ബ്രെയിൻ എന്നും നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ്? തീ എടുക്കാൻ, ഒരു ഉദാഹരണത്തിന് സൈക്കിൾ ഓടിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് അതിനെതിരെ സൈക്കിള് എന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ചിന്തിക്കുന്ന ആദ്യത്തെ സംഭവം എന്തെന്ന് വെച്ചാൽ അത് പേടിയാണ്, ഭയമാണ്. മനസ്സിലായോ? ഭയം എന്ന കാര്യം അവിടെ വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി, നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന വികാരം എന്താ? ഭയമാണ്. നിങ്ങൾക്ക് അടുത്ത ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർക്ക് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? കാരണം ഭയം എന്ന കാര്യം അവിടെ വന്നാൽ അപ്പം തന്നെ ബ്രെയിൻ എങ്ങനെ ഭയത്തെ, കാരണം ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെയും ബ്രെയിൻ ഉൾക്കൊള്ളത്തില്ല. ഭയം എന്നൊരു കാര്യം അവിടെ വന്നാൽ അപ്പം തന്നെ ബ്രെയിൻ നമുക്ക് തരുന്ന സന്ദേശമാണ് അവോയ്ഡ് ചെയ്യാൻ. എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെയൊക്കെ ആ സാഹചര്യത്തെ ഒഴിവാക്കാം. ഇനി നിങ്ങൾ ഇൻട്രസ്റ്റ് ആവുക, ഈ കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ ഓടിക്കണം എന്ന് നിങ്ങൾ തീരുമാനം എടുക്കുന്ന അപ്പം തന്നെ ന്യൂറൽ നെറ്റ്വർക്ക് എന്താ നിങ്ങളോട് പറയാൻ പോകുന്നത്, എങ്ങനെയൊക്കെ അതിനെ പഠിക്കാം. അല്ലെങ്കിൽ ഒരു പ്രസംഗം നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ഭയമില്ല, നിങ്ങൾക്ക് താല്പര്യമാണ്, എങ്ങനെ പറയും, എങ്ങനെയൊക്കെ നല്ലൊരു പ്രസംഗം പറയാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ അതിജീവിക്കാം, എന്തെല്ലാം തടസ്സങ്ങളുണ്ട്, ആ പ്ലാനിങ് വരുന്ന കണ്ടില്ലേ? ആ പ്ലാനിങ് ഇങ്ങനെ വരുക, എങ്ങനെയൊക്കെ അതിജീവിക്കണം. ഇനി ഒരു ക്ലാസ്സിൽ ചെന്ന് ഒരു കൊച്ചിനോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, കൊച്ചിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം ഭയമാണ് വരുന്നതെങ്കിൽ കൊച്ചെന്ത് ചെയ്യും? അവൻ തല താത്തും, സാർ എന്നെ കാണരുതേ എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കാൻ ശ്രമിക്കും. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇല്ലേ? സാറിന് ഒരു കാരണവശാലും കണ്ണി നോക്കാതെ നമ്മൾ കുഞ്ഞിരിക്കും. കാണാനാ നമുക്കത് ആ കാര്യത്തെക്കുറിച്ച് ശരിക്കും 1 അല്ല 2 കാര്യങ്ങൾ കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ആ പഠിച്ചിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടായി. ഭയം ഉണ്ടായതുകൊണ്ട് നാണം കെടണ്ട എന്നോർത്താണ് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഇനി അത് പഠിച്ചിട്ട് വന്ന ഒരാൾ, അയാളുടെ മുമ്പിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാൾ എന്താവും? അയാൾക്ക് ഹാപ്പിയാണ്, സന്തോഷമാകുമ്പോൾ എന്ത് ചെയ്യും? ടീച്ചർ എന്നോട് ചോദിക്കട്ടെ എന്നോർത്ത് അയാൾ നിവർന്നിരിക്കും. കാരണം അയാൾക്ക് ആദ്യം ഭയം അല്ല തോന്നിയത്, അതിന് ഏറ്റവും നന്നായിട്ട് ഉത്തരം കൊടുക്കാനുള്ള ആവേശമാണ് ഉണ്ടായത്, ആൻസർ ചെയ്യാനുള്ള കോൺഫിഡൻസാണ് ഉണ്ടായത്. കാരണം അറിയാൻ മേലെങ്കിലും ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്നത് പറയാനെങ്കിലും ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കോൺഫിഡൻസോടെ പുള്ളിക്കത് പറയണമെന്ന്, അതിന് ആൻസർ കൊടുക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായ അപ്പം തന്നെ നമ്മുടെ ബോഡിയുടെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യും? നിവർന്നിരിക്കാൻ ഉപദേശിക്കും, നല്ല സന്തോഷം തരും, കോൺഫിഡൻസോടെ ആൻസർ പറയാനുള്ള ചങ്കൂറ്റം തരും.
എങ്ങനെയൊക്കെ നിന്ന ഈ ഇതിനെ എന്തെല്ലാം രീതിയിൽ ആൻസർ ചെയ്താൽ ഏറ്റവും ബെറ്ററായി മാറും എന്ന് ചിന്തിക്കാനുള്ള ശേഷി ബ്രെയിൻ ഇങ്ങോട്ട് പറഞ്ഞു തരും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അപ്പം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന സംഭവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബ്രെയിനിൻ്റെ ഫങ്ഷൻ ഏറ്റവും അത്യാവശ്യമാണ്. അത് വെച്ച് മാത്രമേ നമുക്ക് ഓരോ കാര്യവും ഓരോ സ്കില്ലും ഓരോ കഴിവും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിംഗ് ആണ്. എന്നാൽ അത് വർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും. കാരണം ഇതിന് അനുകൂലമായിട്ട് ഹോർമോണുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും ഉണ്ടാകണം. ഓക്കെ, താങ്ക് യു.